ജൂൺ 21 ലോക യോഗാ ദിനമായി ഇന്ത്യയും മറ്റ് രാജ്യങ്ങളും ആഘോഷിക്കുമ്പോൾ ഇത്തരമൊരു സാർവദേശീയ ആഘോഷ പരിപാടി ആരംഭിച്ചത് ഐക്യരാഷ്ട്രസഭയുടെ 2014 ഡിസംബർ 11 എടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു. 2015 ജൂൺ 21 മുതൽ എല്ലാ വർഷവും ലോകത്തെ മിക്ക രാജ്യങ്ങളും യോഗാ ദിനം ആഘോഷിക്കുന്നുണ്ട്. യോഗ എന്നത് ഒരേ സമയം ശരീരത്തിനും മനസ്സിനും ആഹ്ലാദം പങ്കുവെക്കുന്ന ഒരു വ്യായാമ രീതി എന്ന തരത്തിൽ അതിനെ കൊള്ളാനും തള്ളാനുമുള്ള അവകാശം ഏതൊരു മനുഷ്യനും ഉണ്ട് എന്ന് അംഗീകരിക്കുന്നു. എന്നാൽ യോഗയുടെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട് എന്നുകൂടി പറയുമ്പോൾ ആ രാഷ്ട്രീയത്തിനും ഒപ്പം യോഗ എല്ലാത്തരം ചികിത്സാ മാർഗങ്ങളുടെയും അധിപനാണ് എന്ന് അവകാശപ്പെടുമ്പോൾ യോഗയ്ക്ക് മറ്റു ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് തിരിച്ചറിയണം. ഋഗ്വേദം ഉൾപ്പെടുന്ന രാജ്യത്തിൻ്റെ പഴയകാല ക്ലാസിക്കൽ രചനകളിലും മറ്റും യോഗ പരാമർശിക്കുകയും ഇന്ത്യയിലെ ഒരു വിഭാഗം ആളുകളുടെ ഇടയിലെങ്കിലും യോഗ ഒരു ചര്യയായി കൊണ്ടാടുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ യോഗയെ 2015 ജൂൺ 21 മുതൽ ആഘോഷമാക്കുവാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിക്കുമ്പോൾ ജൂൺ 21 യോഗയും തമ്മിൽ എന്ത് ബന്ധമുണ്ട് എന്നൊരു ചോദ്യവും ഇവിടെ ഇന്ത്യക്കാരെങ്കിലും ഉയർത്തേണ്ടതുണ്ട്. യോഗയുടെ മുൻകാല അനുഭവങ്ങൾ പരിശോധിക്കുമ്പോൾ ഋഗ്വേദത്തിൽ യോഗയെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. ക്രിസ്താബ്ദം തുടങ്ങുന്ന നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന യോഗാചാര്യൻ പതഞ്ജലിയുടെ അഷ്ടാംഗ യോഗയെപ്പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അദ്ദേഹം 195 സൂത്രങ്ങളിലായി 4 അധ്യായങ്ങളിൽ യോഗയെ വിവരിക്കുന്നുണ്ട്. അതിൽ 4 അധ്യായങ്ങളുടെ പേര്, ആദ്യത്തെ അധ്യായത്തിൻ്റെ പേര് സമാധിയും, രണ്ടാമത്തത് സാധനയും, മൂന്നാമത്തത് വിഭൂതിയും, നാലാമത്തത് കൈവല്യ എന്ന അവസ്ഥയുമാണ്. ആധുനിക യോഗയുടെ ആചാര്യനായി കരുതുന്നത് ടി കൃഷ്ണമാചാര്യ എന്ന മൈസൂർ കൊട്ടാരത്തിലെ ഒരു യോഗാചാര്യനായിരുന്നു. അദ്ദേഹം 100 വർഷത്തിലധികം ജീവിച്ചിട്ടുണ്ട്. ഇതിൽ പതഞ്ജലി എന്നത് ആധുനിക ചരിത്രത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ആളായതുകൊണ്ട് അദ്ദേഹവും ജൂൺ 21 തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കണ്ടെത്താൻ നമുക്ക് അവസരമില്ല. എന്നാൽ ആധുനിക യോഗയുടെ ഉള്ളടക്കങ്ങളിലേക്ക് വളരെ പ്രധാനമായി കടന്നു വന്ന സൂര്യ നമസ്കാരം യോഗയിലേക്ക് എഴുതി ചേർത്ത ഉൾപ്പെടുത്തിയ ടി കൃഷ്ണമാചാര്യയുടെ ജന്മദിനം നവംബർ 18 എന്ന് ചരിത്രത്തിൽ നിന്ന് വായിക്കാം. പിന്നെ എങ്ങനെയാണ് അന്തർദേശീയ യോഗാ ദിനം ജൂൺ 21 പറയേണ്ടി വരുന്നതെന്ന് ചോദിച്ചാൽ, നമുക്കറിയാവുന്ന പോലെ ലോകത്തിൽ ജൂൺ 21 പ്രാധാന്യം അതൊരു സംഗീത ദിനമായി നേരത്തെ മുതൽ ആചരിച്ചിരുന്നു. ജൂൺ 21 ലോക സംഗീത ദിനവും ഭൂമധ്യരേഖയ്ക്ക് വടക്കുള്ള പ്രദേശങ്ങളിൽ സൂര്യൻ ഏറെ സമയം പ്രത്യക്ഷപ്പെടുന്ന ദിനവും എന്ന പ്രത്യേകത ഇതിനുണ്ട്. ഇന്ത്യക്കാരുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ജൂൺ 21 ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ കഴിയുന്നത് RSSൻ്റെ സ്ഥാപക നേതാവ് ഡോക്ടർ കേശവ് ബൽറാം ഹെഗ്ഡവാർ മരണപ്പെട്ട ദിനമാണ് ജൂൺ 21. അതിൽ നിന്ന് എന്തുകൊണ്ടാണ് അന്തർദേശീയ യോഗാ ദിനമായി ജൂൺ 21 ആചരിക്കണമെന്ന നിർദ്ദേശം 2014 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റ് ഐക്യരാഷ്ട്രസഭയോട് നിർദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെയാണ് യോഗ എന്ന വ്യക്തിപരമായി ഒരാൾ ആചരിക്കണമെന്ന് തോന്നിയാൽ ആചരിക്കേണ്ട, ഒരു മനുഷ്യൻ്റെ വിശപ്പ് അടക്കിയതിനു ശേഷം
അവൻ്റെ ശാരീരികവും മാനസികവുമായ ക്ഷമത വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന ഒരു വ്യായാമക്രിയ എന്ന അർത്ഥത്തിൽ ആ വ്യായാമത്തിലെ തന്നെ കുറേ കൂടി മാനസികമായ വ്യായാമത്തെ സഹായിക്കുന്ന യോഗ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ഇടങ്ങളിൽ ചെയ്യുന്നതും ഒരു കൂട്ടം ആളുകൾ ഒരു തുറന്ന ഇടത്ത് പരസ്യമായി ചെയ്യുന്നതിൻ്റെയും പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്നുകൂടി യോഗയെ ഒരു സാർവലൗകിക വിഷയമാക്കി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും സാംസ്കാരിക നായന്മാരും തിരിച്ചറിയണം. യോഗ പോലെയുള്ള വ്യായാമ പ്രവർത്തനത്തെ ഒരു സ്വകാര്യ വിഷയമായി പരിഗണിക്കുന്നതിൻ്റെ ഇടത്ത് അതിനൊരു സാമൂഹ്യ വിഷയമായി അവതരിപ്പിക്കുമ്പോൾ യോഗയുമായി പുലബന്ധമില്ലാത്ത കേശവ് ബൽറാം ഹെഗ്ഡെവാറിൻ്റെ ചരമദിനം ലോക യോഗാ ദിനമായി ആഘോഷിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയോട് നരേന്ദ്രമോദിയുടെ സർക്കാർ ആവശ്യപ്പെടുമ്പോൾ ഈ യോഗാ ദിനം യഥാർത്ഥത്തിൽ ഇത് ഹൈന്ദവ മതമൗലികതയുടെ ഒരു രാഷ്ട്രീയ തന്ത്രമായി നാം മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ വേദങ്ങളിൽ ഏതെങ്കിലും ഒരു മതത്തെപ്പറ്റി പരാമർശമില്ല എന്ന് പറയുന്നത് പോലെ യോഗയെപ്പറ്റി ആദ്യമായി നാം മനസ്സിലാക്കാൻ കഴിയുന്നത് ബുദ്ധ മതക്കാരിൽ നിന്നാണ്. അവരുടെ അഷ്ടാംഗ യോഗ, ജൈനന്മാർ അനുഷ്ഠിക്കുന്ന 5 യോഗ പ്രവർത്തനങ്ങൾ. അപ്പോൾ ബുദ്ധമതവും ജൈനമതവും ഋഗ്വേദവും പതഞ്ജലിയുമൊക്കെ പരാമർശിച്ചിട്ടുള്ള ശീലിച്ചിട്ടുള്ള യോഗ എന്നത് ഒരു മതത്തിൻ്റെ ചുറ്റുപാടുകളിൽ വായിച്ചെടുക്കാൻ ശ്രമിക്കുകയും യോഗ എന്നത് ഒരു വൈകാരിക വിഷയമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും അത് മനുഷ്യ സഹജമായ സകല പ്രശ്നങ്ങളുടെയും പരിഹാരമാർഗമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ ഭാഗമായി ആയുഷ് എന്ന ചികിത്സാ വിധിയിൽ ആയുർവേദത്തിനും മറ്റ് ചികിത്സാ രീതിക്കും സമാനമായി യോഗയെ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നിഗൂഢത ഈ യോഗയെ ഒരു സാർവലൗകിക വിമോചന മന്ത്രമായി കൊണ്ടു നടക്കുന്നവർക്കുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെയാണ് ഒരു സമൂഹത്തിലെ ഏതൊരു സംഭവത്തെയും ഏതൊരു പ്രവർത്തനത്തെയും മതാത്മകമായി മതാന്തമായ രാഷ്ട്രീയ ബോധത്തോടെ ജനങ്ങളെ സംഘടിപ്പിക്കാനുള്ള അവസരമാക്കുവാനുള്ള RSSൻ്റെ അജണ്ടകൾ പുറത്തു വരുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെപ്പറ്റി നമുക്കറിയാം. രാജ്യത്ത് ഒരു ഇന്ത്യക്കാരൻ ശരാശരി ഒരു ദിവസം അവന് ഭക്ഷണം ലഭിക്കാൻ കിട്ടുന്നത് 550 ഗ്രാം ഭക്ഷ്യധാന്യങ്ങളാണ്. അത് ചൈനക്കാരനാണെങ്കിൽ അത് 980 ഗ്രാം ഭക്ഷ്യധാന്യം അവനിപ്പോൾ ലഭ്യമാണ്. ഒരു അമേരിക്കക്കാരന് ശരാശരി ഒരു ദിവസം 2250 ഗ്രാം 2.25 കിലോ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാകുമ്പോൾ ഇന്ത്യക്കാരൻ ലഭിക്കുന്നത് 580 ഗ്രാമാണ്. ലോകത്തിലെ പട്ടിണിപ്പാവങ്ങളുടെ കണക്കെടുത്താൽ ലോകത്തിലെ മൊത്തം പട്ടിണിപ്പാവങ്ങളിൽ ഏകദേശം 20 മുതൽ 25% വരുന്ന ആളുകളും ഇന്ത്യക്കാരാണ്. കോവിഡിൻ്റെ കാലത്ത് ഏകദേശം 23 കോടി ആളുകളാണ് ഒരിക്കൽ കൂടി കൂടുതലായി ദാരിദ്ര്യരേഖയുടെ താഴെയിലേക്ക് എടുത്തെറിയപ്പെട്ടത്. അങ്ങനെയുള്ളൊരു ഇന്ത്യ രാജ്യത്ത് നല്ലവണ്ണം ഭക്ഷണം കഴിക്കുന്ന, കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പേരിൽ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നവരെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പും കൂടുതൽ സുഖലോലുപതയുടെ ലോകത്ത് ജീവിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഈ മാനസികവും മറ്റുമായ ആഘാതങ്ങൾ, അസൗകര്യങ്ങളെ ഒഴിവാക്കുവാൻ ഇത്തരം യോഗാവിധികൾ വേണമെന്ന് തന്നെ ശാസ്ത്രലോകം നമ്മളോട് പറയുന്നുണ്ട്. ഉദാഹരണമായി 10 കിലോഗ്രാം കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ നിന്ന് അലിയിച്ചു കളയണമെങ്കിൽ അതിന് നമ്മൾക്ക് 28 കിലോഗ്രാം ഓക്സിജൻ്റെ അധിക ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ 10 കിലോഗ്രാം കൊഴുപ്പ് അധികമായി അടിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനെ നിങ്ങൾ 28 കിലോഗ്രാം ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ കൂടുതൽ ഓക്സിജൻ ശ്വാസകോശത്തിലൂടെ വലിച്ചെടുത്ത് ആ 10 കിലോഗ്രാം കൊഴുപ്പിനെ അലിയിച്ചു കളയുമ്പോൾ അതിൽ നിന്ന് 29 കിലോഗ്രാം കാർബൺ ഡൈ ഓക്സൈഡും 11 കിലോഗ്രാം വെള്ളവും ലഭിക്കും. നമ്മുടെ രാജ്യത്ത് ഏകദേശം 40% ആളുകളുടെയും
ബോഡി മാസ് ഇൻഡെക്സ് ശരാശരിയിൽ താഴെ നിൽക്കുന്ന ഒരു രാജ്യത്ത് സമസ്ത പ്രശ്നങ്ങളും യോഗയിലൂടെ പരിഹരിക്കാം എന്ന് പറയുന്നതിനൊപ്പം വ്യക്തിപരമായി ആളുകൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാവുന്ന, ഇഷ്ടമില്ലെങ്കിൽ ചെയ്യേണ്ടതില്ലാത്ത യോഗയിലൂടെ അല്ലാതെ തന്നെ നമ്മുടെ ശാരീരികവും മാനസികമായ വിഷയങ്ങളെ പരിഹരിക്കാൻ മറ്റ് മാർഗങ്ങൾ ഉണ്ടെന്നിരിക്കെ യോഗ എന്ന് പറയുന്ന ജീവിത രീതിയെ പതഞ്ജലിയുടെ യോഗയിൽ നിന്ന്, ടി കൃഷ്ണമാചാര്യയുടെ യോഗയിൽ നിന്ന് അടർത്തി മാറ്റി അതിനൊരു സാർവദേശീയ ആഘോഷ ദിനമായി ജൂൺ 21 കണ്ടെത്തുകയും അതിനെ ഒരുപക്ഷെ ചരിത്രം ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് മനസ്സിലാകാത്ത വിധം ഹെഗ്ഡെവാറിൻ്റെ ചരമദിനവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഇതൊരു സാർവദേശീയ വിമോചന മാർഗമാണ്, മനുഷ്യൻ്റെ സന്തോഷവും അവൻ്റെ വിമോചനവും സാധ്യമാക്കുന്ന ഒരു പരിപാടി കൂടിയാണ് യോഗ എന്ന് പറയുകയും അതിനെ ആധുനിക ചികിത്സയുടെ ഒരു രൂപത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും അതിന് ഒരു സാമൂഹ്യമായ ഐഡൻറ്റിറ്റി നേടിക്കൊടുക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു വ്യക്തി വ്യായാമം ചെയ്യുന്നതും ഒരു പട്ടാള ക്യാമ്പിലെ വ്യായാമ മുറകളും തമ്മിലുള്ള വ്യത്യാസമാണെന്ന് ആധുനിക ജനാധിപത്യം വ്യക്തമായി തിരിച്ചറിയുന്നുണ്ട്. ഇതിനോടൊപ്പമാണ് പതഞ്ജലിയുടെ യോഗയുമായും ബന്ധമില്ലാത്ത ടി കൃഷ്ണമാചാര്യയെ പോലെയുള്ള ആധുനിക യോഗയുടെ ഗുരുവിൻ്റെ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാത്ത മറ്റു ചില കോർപ്പറേറ്റ് സന്യാസിമാർ യോഗയെ ക്യാപ്സ്യൂൾ പരുവത്തിലാക്കി നാട്ടിൽ വിറ്റ് പണമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ചില മഹാന്മാരുടെ രാഷ്ട്രീയ ബാന്ധവത്തെ കുറേ കൂടി മാർക്കറ്റ് വൽക്കരിക്കുവാൻ സാർവദേശീയ യോഗാ ദിനം ഉപയോഗിക്കുവാൻ ശ്രമിക്കുന്നവരെ